റാന്നി അങ്ങാടി സ്വദേശി വിജയന്റെ വീടിന് മുകളിലേക്കാണ് ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ആ ഭീകരത, ശക്തമായൊരു കാറ്റാണ് റാന്നിയിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ വീശിയടിച്ചത്. ഈ കാറ്റിലാണ് ഈ മരം ഈ വീടിന് മുകളിലേക്ക് കടപുഴകി വീണത്. ഈ അപകടത്തിൽ വീടിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായി തന്നെ തകരുന്ന സാഹചര്യം ഉണ്ടായി. വീടിനോട് ചേർന്ന് പാർക്ക് ചെയ്തിരുന്ന കാറിന് മുകളിലേക്കും ഈ മരച്ചില്ലകളൊക്കെ തട്ടി കാറും തകരുന്ന സാഹചര്യമുണ്ട്. കാറിൻ്റെ പിന്നിലെ ചില്ലും മുൻഭാഗവും ഒക്കെ തന്നെ ഇത് പൂർണ്ണമായി നിലവിൽ തകർന്നിരിക്കുകയാണ്. വീടിൻ്റെ ഒരു ഭാഗം ഏറെക്കുറെ തകർന്നു. ഈ വീട്ടുകാർ പറയുന്നത് ഈ അപകട ഭീഷണി ഉയർത്തുന്ന മരം നേരത്തെ തന്നെ മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് ജില്ലാ ഭരണകൂടത്തിനുൾപ്പെടെ അപേക്ഷ നൽകിയിരുന്നു. പക്ഷേ ഒരു പരിഹാരവും ഉണ്ടായില്ല. വരുത്തിവെച്ച ദുരന്തമെന്നാണ് വിജയൻ ചേട്ടൻ അല്പസമയം മുമ്പ് പറഞ്ഞത്. ചേട്ടാ, നമ്മളിതിൻ്റെ അപേക്ഷയൊക്കെ നൽകിയതായിരുന്നു. അത് 3 വർഷത്തിന് മുമ്പ് ഞങ്ങൾ ഇവിടെ നാട്ടുകാരെല്ലാം കൂടി അപേക്ഷ കൊടുത്തു. ഇവിടെ വലിയ വനം പോലായിരുന്നു. ഞങ്ങളത് വെള്ളം മാറ്റും, ഈ ഒരു മരം നമ്മുടെ വീടിന് ഭീഷണിയാണ് എന്നും പറഞ്ഞ് അവരോട് പറഞ്ഞതാണ്. ഈ വേക്കും അന്ന് കുറച്ച് വെട്ടിമാറ്റി, പിന്നെ അവരൊന്നും അതിനെക്കുറിച്ചുള്ള നടപടി ഒന്നും എടുത്തില്ല. കാട് കുറച്ച് വെട്ടിമാറ്റി, പിന്നെ അവർ ഈ വേക്കും ഞങ്ങൾ നാട്ടുകാരോട് കൂടി പരാതി കൊടുത്ത് ഈ വനം പോലുള്ള കാട് വെട്ടിത്തെളിച്ചിട്ട് കുറച്ച് മരങ്ങളും അവർ വെട്ടിമാറ്റി. ഈ തേക്ക് മാറ്റണം എന്ന് അന്ന് മുതൽ ഞങ്ങൾ പറയുന്ന. മിനിഞ്ഞാന്നും വിളിച്ച് പറഞ്ഞു, പിന്നെ ഇത് വെട്ടിമാറ്റം. കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ പറഞ്ഞു ഈ മരം വെട്ടിമാറ്റണം. അവർ ഞങ്ങൾ വില കിട്ടുന്നില്ല നടക്കുകയാണ്. കളക്ടർക്കാണ് പരാതി കൊടുത്തത്. നേരത്തെ 3 വർഷം മുമ്പ് കളക്ടർക്ക് പരാതി കൊടുത്തു. അന്ന് കളക്ടർ ഓർഡർ ഇട്ട് ഇതെല്ലാം തെളിപ്പിച്ചതാണ്. അന്ന് ഞങ്ങൾ അവരോട് ഈ തേക്ക് മരം മാറ്റണമെന്ന് പറഞ്ഞു. അവർ ചെയ്തില്ല. ഈ വേക്കും ഞങ്ങൾ പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തപ്പോൾ ഈ തേക്ക് മരത്തിൻ്റെ കാര്യം ഞങ്ങൾ അവരോട് പറഞ്ഞു. വേറെ 2-3 തേക്ക് മരം ഭീഷണി അതിൻ്റെ എഴുതി കൊടുത്തു. ഇതിൻ്റെയും കാര്യം ഞങ്ങൾ പറഞ്ഞതാണ്. അവർ ചെയ്യാമെന്ന് പറയല്ല. ഇത് കേടുള്ള മരവുമായിരുന്നു. ഞങ്ങൾ വെട്ടാൻ വരുമ്പോൾ ഞങ്ങൾ പറഞ്ഞു, മോനെ ഇതിന് മണ്ടയെല്ലാം കേടാ, എപ്പോഴാണ് ഒടിഞ്ഞ് വീഴുന്നത്, നമുക്ക് നിവൃത്തിയില്ലാത്തവനാ എന്ന് അവരോട് പറഞ്ഞത്. അവരതിന് കൈക്കൊണ്ടില്ല. അതായത് ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ഉൾപ്പെടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കാര്യം അറിയിച്ചതാണ്. വീടിന് ഭീഷണിയോട് ഉൾപ്പെടെ പറഞ്ഞു. പക്ഷേ ഒരു നടപടി ഉണ്ടായില്ല. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ശക്തമായി വീശിയടിച്ച കാറ്റിൽ വീട് തന്നെ ഭാഗികമായി തകരുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ചേച്ചി, നമുക്ക് വലിയ നഷ്ടമാണ് ഉണ്ടായത്. ഭയങ്കരമായ നഷ്ടമല്ലേ ഉണ്ടായത്. വീടിൻ്റെ മുറികളെല്ലാം പോയി, ബൈക്ക്, കാറ്, സർവ്വതും പോയി. ഇനി എന്തുവാ, ഞങ്ങൾക്കൊന്നുമില്ല. എങ്ങനെ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോയി നടക്കും? ഞങ്ങൾ എത്ര പ്രാവശ്യം പറഞ്ഞായിരുന്നു അറിയാമോ? ഞങ്ങൾ നിവൃത്തിയില്ലാത്തവരല്ലേ. പാവങ്ങളോട് അവർക്കെന്തും കാണിക്കുന്ന കണ്ടിട്ടില്ല ഇങ്ങനെ വന്നത്. ഈ വീടിനുള്ളിലേക്ക് കയറിയാൽ നമുക്കിതിൻ്റെ ഒരു ഭീകരത അറിയാം. അത്രമാത്രം വലിയൊരു അപകടമാണ് ഉണ്ടായത്. ഈ വീടിൻ്റെ പല ഭാഗത്തും പൊട്ടിപ്പൊളിഞ്ഞ സാഹചര്യമുണ്ട്. ഈ വീടിന് മുകളിലേക്കാണ് ഇത്തരത്തിൽ ശക്തമായ രീതിയിൽ മരം വീണത്. നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ ആ ഭീകരത കാണിക്കാം. ആ വീടിൻ്റെ ഒരു ഭാഗം ഏറെക്കുറെ പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. ഉള്ളിലേക്ക് ഉൾപ്പെടെ മരച്ചില്ലകൾ ഉൾപ്പെടെ വീഴുന്ന ഒരു സാഹചര്യമാണ്. ഈ വീട്ടിലെ ആളുകളൊക്കെ തന്നെ ഉള്ളൊരു സമയത്താണ് ഈ വലിയൊരു അപകടമുണ്ടായത്. അധികാരികളുടെ മുന്നിൽ ഈ വിഷയം നേരത്തെ അവതരിപ്പിച്ചതാണ്. പക്ഷേ ഒരു പരിഹാരം ഉണ്ടായില്ല എന്ന് തന്നെയാണ് ഈ വിജയൻ ചേട്ടൻ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. വലിയ ദുരവസ്ഥയാണ് ഈ വീട്ടുകാർക്ക് ഈ അപകടത്തിന് പിന്നാലെ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ ഒരു സർക്കാരിൻ്റെ ഭരണാധികാരികളുടെ ശക്തമായൊരു ഇടപെടൽ തന്നെ ഉണ്ടാകേണ്ട വിഷയമാണ്. കാരണം ആ മരം ഒരു വീടിന് അപകടം സൃഷ്ടിക്കുന്നു. അത് മുറിച്ചു ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല എന്ന് തന്നെയാണ് ഈ ദൃശ്യങ്ങൾ നമ്മെ സൂചിപ്പിക്കുന്നത്. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം AV ജയശങ്കർ, 24 പത്തനംതിട്ട.